ഞാൻ പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങൾ മമ്മൂട്ടിയെ കുറിച്ച് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ഇത്തവണത്തെ വോട്ട് ചെയ്യാമെന്ന് ഞാൻ പറയാം. നിങ്ങൾ മമ്മൂട്ടി ഇഷ്ടപ്പെടുന്നവരാണോ? എങ്കിൽ മമ്മൂട്ടിയെ കുറിച്ച് കൂടി നിങ്ങൾക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എവിടെയാണ് അമർത്താൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് ചെറിയ ധാരണ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം. അല്ലാതെ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകരുത്. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ജോൺ ബ്രിട്ടാസ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. മമ്മൂട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമൊന്നുമല്ലോ. ആണോ? അല്ല. ഇന്ത്യയിലെ സാംസ്കാരിക മേഖലയെ, പ്രത്യേകിച്ച് സിനിമാ ലോകത്തെയൊക്കെ വരുതിയിൽ നിർത്താൻ വേണ്ടി റെയ്ഡും പ്രലോഭനവും പ്രീണനവും ഭീഷണിയുമായി ഒരു കേന്ദ്രഭരണം മുമ്പോട്ട് പോകുമ്പോൾ പോലും അചഞ്ചലമായി ഇടതുപക്ഷത്ത് നിലയുറപ്പിച്ച കേരളത്തിന്റെ അഭിമാന നടനാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. കഴിഞ്ഞില്ല കേക്ക്. അദ്ദേഹത്തിന് കിട്ടുന്ന പല ബഹുമതികളും നൽകാതിരുന്നു എങ്കിൽ പോലും താൻ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മൂല്യബോധത്തെ മുൻനിർത്തി അദ്ദേഹം കേരളത്തിന്റെ മതനിരപേക്ഷ സാഹോദര്യ മൂല്യങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അചഞ്ചലമായി പതിറ്റാണ്ടുകളായി മുമ്പോട്ട് പോകുന്ന ഒരു അതുല്യ നടനാണ് അദ്ദേഹം. ഒരു പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിലുള്ള ഒരാളല്ല. അദ്ദേഹത്തിന് സൗഹൃദങ്ങൾ ഉണ്ടാകും. ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കളെ, ജോൺ ബ്രിട്ടാസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ വ്യക്തമാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കുറിച്ച് ജോൺ ബ്രിട്ടാസ് പറയുമ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളല്ല. 100% അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളേയല്ല. പിന്നെ എങ്ങനെയാ? എന്നാൽ അതേ സമയം തന്നെ കേരളത്തിലെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യനാണ്. കൈരളി എന്ന് പറയുന്ന ആ ഒരു പാർട്ടി ചാനലിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ന കാരണങ്ങൾ കൊണ്ട് മാത്രം ഇദ്ദേഹം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക നടന്മാരെയും ED കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തി BJPയുടെ ഒപ്പം നിർത്തുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ചില വാഹനങ്ങളെല്ലാം ഭൂട്ടാൻ വഴി വന്നിട്ട് അതുവഴി മയക്കുമരുന്നുകളും തീവ്രവാദ പ്രവർത്തനമൊക്കെ നടക്കുന്ന ഒരു വഴിയാണത്. അതുവഴി ചില വാഹനങ്ങളൊക്കെ കടത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ എന്നൊരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മറന്നുപോയവർക്ക് വേണ്ടിയിട്ടാണ്. ഭൂട്ടാൻ കാർ കടത്തിൽ താരങ്ങളുടെ വീടുകളിലടക്കം ED റെയ്ഡ് തുടരുകയാണ്. ദുൽഖർ സൽമാൻ, മമ്മൂട്ടി, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിലാണ് പരിശോധന. മണിക്കൂറുകൾ പിന്നിടുന്നു പരിശോധന. മമ്മൂട്ടിയുടെ പനമ്പള്ളിയിലെ വീടിന് മുന്നിൽ നിന്ന് ജെവിൻ ടുട്ടു വിശദാംശങ്ങളുമായി ചെയ്തുകൊണ്ട്. ടുട്ടു, തുടരുകയാണോ? ജെവിൻ ടുട്ടു വിശദാംശങ്ങൾ നൽകിയാലും നൽകിയിട്ടില്ലെങ്കിലും ഞാൻ പറയാൻ പോകുന്ന ഇത്ര മാത്രമാണ്. മമ്മൂട്ടിയുടെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ദുൽഖർ സൽമാന്റെ വീട്ടിൽ പോലും അന്ന് അതിഗംഭീരമായിട്ടുള്ള അന്വേഷണം നടന്നു എന്നുള്ളതാണ്. ഇന്ന് അതേസമയം മോഹൻലാലിന്റെ വീട്ടിൽ നടന്നില്ല. എന്തുകൊണ്ട് നടന്നില്ല എന്ന് എന്നോട് ചോദിക്കരുത്. അത്യാവശ്യമൊക്കെ നമ്മൾ മലയാളികളല്ലേ, ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു അന്വേഷണം മോഹൻലാലിന്റെ വീട്ടിൽ ഉണ്ടായില്ല എന്ന്. അതും ഞാൻ പറഞ്ഞു തരികയെങ്കിൽ സ്പൂൺ ഫീഡിങ് പോലൊക്കെ ആയിരിക്കും. അത് വലിയ മോശമുള്ള കാര്യമല്ലേ. എന്തൊക്കെയായാലും മമ്മൂട്ടിയുടെ വീട്ടിൽ നടന്നു. ഒരു ദിവസമാണോ, 2-3 ദിവസം അതിഭീകരമായ പരിശോധനയായിരുന്നു. അങ്ങനെ അതിഭീകരമായ പരിശോധന ഭാഗമായിട്ട് ദുൽഖർ സൽമാന്റെ 1-2 വാഹനങ്ങളൊക്കെ പിടിച്ചെടുത്ത വാഹനങ്ങളെല്ലാം വല്ല പോറൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് നേരാക്കി തരേണ്ടി വരുമെന്നുള്ള പരാതി കൊടുത്തതിന്റെ ഭാഗമായിട്ട് വാഹനങ്ങൾ വീണ്ടും അവന്റെ ഗാരേജിൽ തന്നെ കൊണ്ടിട്ടു. മമ്മൂട്ടിയുടെ ഗാരേജിൽ തന്നെ കൊണ്ടിട്ടു. തൊട്ടില്ല. ഇത് കഴിഞ്ഞൊരു അതിഗംഭീര പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നവൻ പത്രസമ്മേളനം പകുതിയാക്കിയിട്ട് ഏതോ കോള് വന്നപ്പോൾ നീച്ച് പാഞ്ഞോടി. ആരാ കോള വന്നെന്ന് എനിക്കൊരു പിടുത്തൂല്ല. അത് അറിയേണ്ടത് തന്നെയാണ്. മമ്മൂക്ക തന്നെ നേരിട്ട് വിളിച്ചു പോലും പിടുത്തൊന്നുമില്ല. എന്തൊക്കെയായാലും ഇതിങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ട ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു വേട്ടയാടലാണ് മമ്മൂട്ടിക്ക് എതിരെ നടന്നത്. കേരളത്തിൽ നിന്നാണോ ED വരുന്നേ? പറ. കേരളത്തിൽ നിന്നാണോ? അല്ല, കേന്ദ്രത്തിൽ നിന്നാ. അത് കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. വളരെ മാന്യമര്യാദയ്ക്ക് ജീവിക്കുന്ന ആ ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ, ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ അദ്ദേഹത്തിന്റെ മതത്തിന്റെ പേരിലായിരിക്കാം ഇങ്ങനത്തെ ഒരു അന്വേഷണം വന്നത്. അതേസമയം മോഹൻലാല് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് വാങ്ങിക്കുന്ന ദിവസമായിരുന്നു. അന്ന് വൈകിട്ടാണ് സംഭവിച്ചത്.
അവിടെ അവാർഡ് വാങ്ങിക്കുമ്പോൾ ഇവിടെ അതേ അവാർഡിന് അർഹനായിട്ടുള്ള മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ അപമാനിക്കുകയായിരുന്നു BJP ഗവൺമെന്റ് ചെയ്തത് എന്നർത്ഥം. അതിലപ്പുറമൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾക്കത് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ അഭിമാനമായിട്ടുള്ള, കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള, കേരളത്തിന്റെ ഐക്കൺ, മതേതരത്വത്തിന്റെ ഐക്കൺ എന്ന രീതിയിലൊക്കെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു മഹാനടനെ അപമാനിക്കാൻ ശ്രമിച്ച ആളുകൾ നിങ്ങളുടെ ഒക്കെ ഓരോരുത്തരും വീട്ടിലേക്ക് വോട്ട് ചോദിക്കാൻ വരുന്നില്ലേ? എന്താ നിങ്ങളത് മറന്നു പോകുന്നേ? അദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പം കൊടി പിടിക്കാൻ നടന്നിട്ടുണ്ടോ? അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കാൻ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒരു തരത്തിൽ നടന്നിട്ടില്ല. ഞാൻ ഇന്ന പാർട്ടിക്കാരാണെന്ന് മാത്രം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? എന്തിനേറെ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെ ഏറ്റവും ഭീകരമായിട്ട് ആക്രമിക്കപ്പെട്ട ഒരു ദിവസം കൂടി ഉണ്ടായിരുന്നു. ആ വീഡിയോ എന്റെ കയ്യിൽ ഉണ്ടോ എന്ന് ഞാൻ നോക്കിയായിരുന്നു, കാണാനില്ല. അദ്ദേഹം ആക്രമിക്കപ്പെട്ടിരുന്നു. എന്തിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടെ? വയനാട് ഇഷ്യൂവിന്റെ പേരിൽ. ഒരു വയനാട് ഇഷ്യൂവിന്റെ പേരിൽ മമ്മൂട്ടി ആക്രമിക്കപ്പെട്ടു. അത് ആക്രമിച്ച് വേണമെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷക്കാരല്ലേ, ഇടതുപക്ഷ ഹാൻഡിലുകൾ മുഴുവല്ലേ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അപമാനിച്ചെന്ന രീതിയിലൊക്കെ ആക്രമണം അഴിച്ചുവിട്ടെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ മമ്മൂട്ടി തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരാൾ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല. എന്നാൽ ഇടതുപക്ഷത്തിനൊപ്പം വേണമെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്, അല്ലേ? അങ്ങനെയുള്ള ആ മനുഷ്യനെ ഇടതുപക്ഷക്കാരനായതുകൊണ്ട് മനുഷ്യപക്ഷത്ത് നിൽക്കുന്നുണ്ട്. ഇടതുപക്ഷ ഗവൺമെന്റ് എപ്പോൾ വിളിച്ചാലും ആ പരിപാടിക്കൊക്കെ പിണറായി വിജയനൊപ്പം പങ്കെടുക്കുന്ന ഒരാളായതുകൊണ്ട്, പിണറായി വിജയന്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് ഒക്കെ, അങ്ങനെയുള്ള പല പല പലവിധ കാരണങ്ങൾ കൊണ്ട്, മുസ്ലിം ആയതുകൊണ്ട് ഒക്കെ ആയിരിക്കണം അദ്ദേഹം അങ്ങനെ ആ ഒരു നിമിഷത്തിൽ ആക്രമിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള നമ്മുടെ മലയാളത്തിന്റെ ഐക്കണെ കൂടി ആക്രമിച്ച ആളുകളാണ്, മെനക്കെടുത്തിയ ആളുകളാണ്, അസുഖമായിരിക്കുമ്പോൾ സ്വൈര്യം കൊടുക്കാതിരുന്ന ആളുകളാണ് നമ്മുടെയൊക്കെ മുമ്പിലേക്ക് ശബരിമലയും മറ്റൊക്കെ പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ വരുന്നു എന്നുള്ള ആലോചന ഒക്കെ ഉണ്ടാവണം. അങ്ങനെ ആലോചനയുടെ ഭാഗമായിട്ട് വേണം നിങ്ങൾ അവിടെ പോയിട്ട് വിരല് കുത്തുമ്പോൾ ആലോചിക്കേണ്ടത്. മമ്മൂട്ടി ആക്രമിക്കപ്പെടാതിരിക്കാൻ, നമുക്ക് അത്യാവശ്യം മാന്യമര്യാദയ്ക്ക് ജീവിക്കാൻ, സമാധാനപരമായി ജീവിക്കാൻ, മതവും ജാതിയും ഒന്നും ഇങ്ങനെ പറഞ്ഞ് വോട്ട് പിടിക്കാത്ത ആളുകൾ നമ്മളെ ഇടയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അത്രക്കാരെ വിജയിപ്പിക്കുക. നല്ല ഗവൺമെന്റ് ഇനിയും തുടരട്ടെ എന്ന് നമുക്ക് കരുതാം. ബൈ.